കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. നഗരത്തിൻ്റെ തിരക്കുകളില്ല, വണ്ടികളുടെ ശബ്ദങ്ങളില്ല, കോലാഹലങ്ങളില്ല, പുകപടലങ്ങളില്ല, മലിനീകരണങ്ങളില്ല. ശാന്തസുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ആളുകൾക്ക് പരസ്പരം കാണാനും സംവദിക്കാനും സംസാരിക്കാനും സ്നേഹിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു. കാരണം അവിടെ തിരക്കുകൾ കുറവായിരുന്നു. ആ നഗരത്തിലെ തന്നെ ഒരു സാധാരണക്കാരിയായ 34-കാരിയായിരുന്നു സെൽവി എന്ന് പറയുന്ന സ്ത്രീ. സെൽവിയുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു സെൽവിയുടേത്. പണത്തിന് ഒരല്പം പഞ്ഞമുണ്ടെങ്കിലും സമാധാനത്തിനും സന്തോഷത്തിനും ആ കുടുംബത്തിൽ യാതൊരു പഞ്ഞവുമില്ലായിരുന്നു. സെൽവിയെക്കുറിച്ച് ആ നാട്ടിലുള്ള ആളുകൾക്ക് മോശമായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതേപോലെ സെൽവിയുടെ ഭർത്താവിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമായിരുന്നു. മൊത്തത്തിൽ ആ കുടുംബത്തിനെ കുറിച്ച് ആ നാട്ടിലുള്ള ആളുകൾക്ക് പരോപകാരികളായ മനുഷ്യർ എന്നതായിരുന്നു ഏക അഭിപ്രായം. വർഷം 2021. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയം. സെൽവി വീട്ടിലുള്ള പണികളെല്ലാം തീർത്തുകൊണ്ട് കയ്യിൽ ചെറിയ ഒരു ബാഗുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീട്ടിലുള്ള ജോലികളൊക്കെ തീർന്നപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭർത്താവ് ജോലി സ്ഥലത്തായിരുന്നു, മക്കളാണെങ്കിൽ സ്കൂളിലും. അങ്ങനെ ബാഗുമായി വീടിൻ്റെ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ചുറ്റുപാടും ഒന്ന് നോക്കി. അപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെൽവി ബാഗുമേന്തി പുറത്ത് നിൽക്കുന്നത് കുറച്ച് ആളുകളും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധാരണയായി ഇവർ തൊട്ടടുത്തുള്ള കടകളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പർച്ചേസിന് വേണ്ടി പോവുകയായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ കണക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ആരും അവരോടൊന്നും തന്നെ ചോദിക്കാൻ പോയില്ല. മാത്രമല്ല ഇതൊരു സാധാരണ സംഭവമായിട്ട് അവിടുത്തെ ആളുകൾക്ക് തോന്നുകയും ചെയ്യുകയാണ്. കാരണം സെൽവി ഇങ്ങനെ സാധാരണഗതിയിലൊക്കെ പുറത്തേക്ക് പോകുന്നതാണ്, പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് സേഫായിട്ട് തിരിച്ചു വരാറുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ആരും ഒന്ന് ചോദിക്കാനും പോയില്ല. സെൽവി ആയിട്ട് ആരോടും ഒന്നും പറഞ്ഞുമില്ല. പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ട സെൽവിയുടെ അവസാനത്തെ കാഴ്ചയായിരുന്നു അത് എന്നുള്ളത് ആ നാട്ടുകാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സമയം വൈകുന്നേരമായി. പോയ സെൽവി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മാത്രമല്ല ഇവരുടെ മക്കളാണെങ്കിൽ സ്കൂള് വിട്ട് തിരിച്ചെത്തി. മക്കൾ വന്ന് നോക്കുന്ന സമയത്ത് മുൻവാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. കുറച്ച് സമയം അവർ പുറത്തൊക്കെ കളിച്ചിട്ട് തങ്ങളുടെ അമ്മ വരുന്നത് വരെ കാത്തിരുന്നു. പക്ഷേ സമയം ഏറെ വൈകിട്ടും അമ്മ വരുന്നത് കാണാതായപ്പോൾ ആ കുട്ടികൾ സ്വാഭാവികമായിട്ട് അയൽപക്കത്തുള്ള വീടുകളൊക്കെ പോയിട്ട് അന്വേഷിക്കുകയാണ്. ഞങ്ങളുടെ അമ്മ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നോ, ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? പക്ഷേ ആ സമയം സെൽവി ബാഗുമായിട്ട് പുറത്തിറങ്ങുന്നത് കാണാത്ത കുറച്ച് ആളുകളുടെ അടുത്തായിരുന്നു നിർഭാഗ്യവശാൽ ഈ കുട്ടികൾ പോയി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. അങ്ങനെ ആ കുട്ടികൾ നിരാശരായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്നു. ആ കുട്ടികൾ ആ വാതിലുകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഇരുട്ടായി. ഇങ്ങനെ ഇരുട്ട് വീണ് തുടങ്ങുന്ന സമയത്ത് അച്ഛനും ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പക്ഷേ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ കുട്ടികളുടെ പിതാവ് കാണുന്ന കാഴ്ച, വീട്ടിൽ ഇരുട്ട് തളം കെട്ടി കിടക്കുകയാണ്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. തങ്ങളുടെ മക്കളാണെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അയാൾ പെട്ടെന്ന് എന്തോ മനസ്സിൽ ചെറിയൊരു പേടി തോന്നുകയാണ് അയാൾക്ക്. അയാൾ പെട്ടെന്ന് കുട്ടികൾ വന്ന് ചോദിക്കുകയാണ്, മക്കളെ അമ്മ എവിടെയാണ്? അപ്പോൾ കുട്ടികൾ തിരിച്ച് മറുപടി പറയാണ്, അച്ഛൻ ഞങ്ങൾ കുറേ നേരമായി സ്കൂൾ വിട്ട് വന്നിട്ട്, പക്ഷേ അമ്മേനെ ഇതുവരെ കാണുന്നില്ല. മാത്രമല്ല ഞങ്ങൾ അടുത്തുള്ള വീടുകളൊക്കെ പോയി ചോദിച്ച സമയത്ത് അവരാരും അമ്മയെ കണ്ടിട്ടില്ല എന്നുമാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ പരിഭ്രാന്തനായ ആ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ഏറെ സമയം ശ്രമിച്ചിട്ടും അവർക്ക് ഭാര്യയുടെ മൊബൈലിൽ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് അവർ കുറച്ചു നേരം കൂടെ കാത്തിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. ഈ സമയമായതോടുകൂടി ആ ഭർത്താവ് പരിഭ്രാന്തിയുടെ രൂപത്തിലേക്ക് മാറുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ സെൽവിയുടെ അച്ഛനെയും അമ്മയും വിവരമറിയിക്കുകയാണ്. അവരും ഉടനെ ഓടി വന്നു. പക്ഷേ ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം, ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കാം, നിങ്ങളോട് പറയാതെ പോയതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. പക്ഷേ കുറേ സമയം അവർ കാത്തിരുന്നിട്ടും ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരെ, സമയം ഇപ്പോൾ ഏകദേശം 11 മണിയാണ്, ഈ സമയമായപ്പോൾ വരെ സെൽവി തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരായ അവർ പുറത്തേക്കിറങ്ങി. ഇതുവരെ ഒരു നനത്ത മട്ടിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിരുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചിറങ്ങുകയാണ്. അവരെല്ലാവരും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ അടുത്ത് സെൽവി പോവാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും വന്ന് പരിശോധിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ ബസ് സ്റ്റാൻഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല സ്ഥലങ്ങളിലും സെൽവിയെ പരിശോധിക്കുന്നു. സെൽവിയുടെ യാതൊരു അറിവും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ സെൽവിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഓട്ടോ തൊഴിലാളികളോട് അവർ ചോദിക്കുകയാണ്, ഈ ഫോട്ടോയിലുള്ള ആളെ ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെല്ലാവരും യുണൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഈ ഫോട്ടോ കണ്ടുകൊണ്ട് അവരെല്ലാവരും പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. ഇതോടുകൂടി അവരുടെ മനസ്സിലുള്ള പേടി വർദ്ധിക്കുകയാണ്. ഒരു വട്ടം കൂടി അവർ റെയിൽവേ സ്റ്റേഷനും മറ്റുള്ള ഭാഗങ്ങളും കൂടെ പരിശോധിച്ച് ഉടനെ തന്നെ അവർ പരിഭ്രാന്തിയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്നിട്ടൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയാണ്. തുടക്കത്തിൽ ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് മാത്രമായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത്. പക്ഷേ പോകെ ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. കാരണം
ഈ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ആദ്യം അവർ കരുതിയുന്നത് ഒരു പക്ഷേ ഒരു കുടുംബ വഴക്കിനെ തുടർന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കാം, കുടുംബത്തിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നതായിരിക്കാം എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം ചിന്തിച്ചത്. പക്ഷേ അവർ അടുത്തുള്ള ബന്ധുക്കാരോടും അടുത്തുള്ള കുടുംബക്കാരോടും അതേപോലെ അയൽവാസികളോടൊക്കെ അന്വേഷിച്ച സമയത്ത് അവർക്ക് മനസ്സിലായി ഈ സ്ത്രീ ഒരു പാവം സാധു സ്ത്രീയാണ്. മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ സമാധാനമല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു സ്ത്രീ കുടുംബ വഴക്കൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും പുറത്തു പോകേണ്ട ആവശ്യമില്ല. പോലീസ് അടുത്തതായിട്ട് ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കാം. ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശത്രുക്കളോ അതല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് ചിന്തിച്ചു. പക്ഷേ ഈ സ്ത്രീ ഒരു കുടുംബിനിയാണ്. ആ കുടുംബത്തിലെ മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നോക്കി നല്ല സന്തോഷത്തോടു കൂടി ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായിട്ട് പോലീസ് ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഇവരെ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കാമോ? അതിനുള്ള സാധ്യതകൾ കൂടി പോലീസ് അടുത്തതായിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ അന്വേഷണത്തിന്റെ ആദ്യ പകുതി എന്നോണം അടുത്തുള്ള CCTV ക്യാമറകളെല്ലാം പരിശോധിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് അവിടെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലെ ഒരു CCTV ക്യാമറയിൽ നിന്നും അവർക്ക് ചെറിയൊരു ദൃശ്യം ലഭിക്കുകയാണ്. സമയം ഏകദേശം 4:15. വളരെ കൂളായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ചിരിച്ച മുഖഭാവത്തോടുകൂടി നടന്നു പോകുന്ന സെൽവിയുടെ ഒരു ചെറിയ ഫൂട്ടേജാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ ഫൂട്ടേജ് കാണുന്ന എല്ലാവർക്കും തന്നെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും ആ സ്ത്രീ മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതിലൂടെ കൂളായിട്ട് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത എത്രത്തോളമാണെന്നുള്ള നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അടുത്തതായി പോലീസിന്റെ ശ്രദ്ധ സെൽവിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് മാറുകയാണ്. സെൽവിയുടെ മൊബൈൽ പരിശോധിക്കുന്നതിന് വേണ്ടി അവർ സൈബർ സെല്ലിന്റെ സഹായം തേടുകയാണ്. പിന്നീട് കോൾ ലിസ്റ്റുകൾ പരിശോധിച്ച് CDR പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ CDR പരിശോധിച്ച സമയത്ത് നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ലഭിക്കുകയാണ്. ആ തെളിവ് മറ്റൊന്നുമല്ല, കൃത്യം നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടുകൂടി അവളുടെ ഫോണിൽ സേവ് അല്ലാത്ത ഒരു നമ്പറിൽ നിന്നും അവിചാരിതമായിട്ടുള്ള ഒരു കോള് തുരുതുര ഇവളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. സെൽവി ആ ഫോൺ എടുത്തിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ ഇത് ആരായിരിക്കാം എന്നുള്ള അന്വേഷണത്തിൽ ആ സിമ്മിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് പോലീസിന് കിട്ടുന്ന മറ്റൊരു വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫേക്ക് സിം കാർഡാണെന്നുള്ളത് പോലീസിന് വിവരം ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാവുകയാണ് ഇത് വെറുമൊരു തിരോധാനം മാത്രമല്ല, ഇത് ആസൂത്രിതമായി ആരോ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു മിഷനാണ്. പോലീസ് ആ വ്യാജ സിം കാർഡ് വാങ്ങിയ ആളെയും അതേപോലെ തന്നെ അത് വാങ്ങിയ കടയുടമയും അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ അവസാനം അന്വേഷിച്ച് ആ കടയുടമയെ അവർ കണ്ടെത്തി. അങ്ങനെ ഈ സിം കാർഡ് വാങ്ങിയ ആളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയത്ത് അവർക്ക് മനസ്സിലായി ഈ സിം കാർഡ് എടുത്തിരിക്കുന്ന ആൾ ഒരു വ്യാജ മേൽവിലാസത്തിൽ അതേപോലെ ഒരു ഫേക്ക് ID വെച്ചിട്ടാണ് ഈ സിം കാർഡ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം തെളിവിനായി കൊടുത്തിട്ടുള്ള ആധാർ കാർഡിൽ അദ്ദേഹത്തിന് മുഖം വ്യക്തമല്ലായിരുന്നു, അഡ്രസ്സ് കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അനുമാനിക്കുകയാണ് ഇതൊരു ഫേക്ക് ID ആണ്. പിന്നീട് പോലീസിന്റെ അന്വേഷണം വളരെ ദ്രുതഗതിയിലായി. കാരണം ഇവർ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ കേസിന്റെ ഗതിയിൽ യാതൊരുവിധ പുരോഗതിയും നൽകാത്ത രീതിയിലുള്ള തെളിവുകളാണ് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തണുത്ത മട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കേസ് തെളിയിക്കാൻ കഴിയില്ല, ഈ തിരോധാനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് പോലീസിന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ കേസ് കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടി പോലീസ് തീരുമാനിക്കുന്നു, കുറച്ചുകൂടി ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ സെൽവിയെ കാണാതായ വിവരം എല്ലാ ന്യൂസ് റിപ്പോർട്ട്സിലും അതേപോലെ തന്നെ എല്ലാ ന്യൂസ് ചാനലുകളിലും വരികയാണ്. കേസിന്റെ ഗതി പാടെ മാറുകയാണ്. ആരായിരിക്കാം ഇത്രയും വ്യക്തമായ പ്ലാനോടുകൂടി സെൽവിയെ വിളിച്ചു വരുത്തിയത്? അതല്ലെങ്കിൽ ആരാണ് സെൽവിയെ വകവരുത്തിയിട്ടുണ്ടാവുക? ഇത്തരം ചോദ്യങ്ങൾ അവിടെ കിടന്നിങ്ങനെ കുഴയുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോലീസിന് ദിവസങ്ങളോളം വേണ്ടി വന്നു. പക്ഷേ പുറത്ത് വേറൊരു മനുഷ്യനുണ്ടായിരുന്നു. തൻ്റെ ഭാര്യ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും, അതേപോലെ തങ്ങളുടെ അമ്മ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ ആ കുടുംബം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് ഒട്ടും ആയുസ്സുണ്ടായിരുന്നില്ല. സെൽവിയെ കാണാതായി കൃത്യം ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വരികയാണ്. അവിടെ കുറച്ചപ്പുറമുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് ഒരു മൃതദേഹം കണ്ടുകിട്ടുകയാണ്. ആ മൃതദേഹത്തിന് ഒരാഴ്ച പഴക്കമുണ്ട്. മാത്രമല്ല മൃതദേഹം അഴുകിയിട്ടുണ്ടായിരുന്നു. ആ മൃതദേഹത്തിലെ ഡ്രസ്സ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. കണ്ണുകളും അങ്ങനെ തുടങ്ങിയ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അഴുകിപ്പോയത് കൊണ്ട് തന്നെ ആ മൃതദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് പറ്റുമായിരുന്നില്ല. പക്ഷേ ഈ വസ്ത്രം കണ്ട് സെൽവിയെ അന്വേഷിച്ച് നടന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത ഫോട്ടോയിലുള്ള അതേ ഡ്രസ്സ് തന്നെയായിരുന്നു ആ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംശയം കടുത്ത പോലീസ് ഉടനെ തന്നെ സെൽവിയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തിനോട് ഈ മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തൻ്റെ ഭാര്യയുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ ആ കുറ്റിക്കാട്ടിൽ അസ്തമിച്ചു എന്ന് നമുക്ക് പറയാം. ഇനി പോലീസിന് മുന്നിലുള്ളത് ഒരൊറ്റ ലക്ഷ്യം മാത്രം: കൊലപാതകിയെ കണ്ടെത്തുക. എന്തിനു വേണ്ടിയാണ് ഈ കൊല നടത്തിയത് എന്ന് കണ്ടെത്തുക. ഇവിടെ നിന്നാണ് നിർണായകമായ പല വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നത്. സ്ഥലത്ത് ഇപ്പോൾ ഫോറൻസിക് വിഭാഗവും അതേപോലെ ഡോഗ് സ്ക്വാഡും എത്തിയിട്ടുണ്ട്. അവർ അവരുടെ ചുമതല നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്.
സെൽവിയുടെ ദേഹത്തുണ്ടായിരുന്ന ഏകദേശം 5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിനു വേണ്ടിയായിരിക്കുമോ കൊലപാതകം നടത്തിയത് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് കവർച്ചാ ശ്രമത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണെന്ന് പോലീസ് അനുമാനിക്കുന്നു. പോലീസിനെ കുഴപ്പിച്ച അടുത്ത ചോദ്യങ്ങളിലേക്കുള്ള യാത്രയായിരുന്നത്. ആരായിരിക്കാം ആ കൊലയാളി? ഒരുപക്ഷെ സെൽവിയെയും കുടുംബത്തെയും അടുത്തെറിയുന്ന അടുത്ത ബന്ധു ആരെങ്കിലും ആയിരിക്കാമോ? ഇതൊരു ചാൻസ് ആണ്, ഒരുപക്ഷെ ആയിരിക്കാം. പിന്നീട് പോലീസിന് ആകെ അവശേഷിച്ച തെളിവായ സെൽവിയുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുകയാണ്. സെൽവിയുടെ മൊബൈലിലേക്ക് അവസാനമായി വന്ന ഫോൺ കോളിനെ ചുറ്റിപ്പറ്റി ഇവർ അന്വേഷണം തുടരുന്നു. ഇങ്ങനെ അന്വേഷണം തുടരുന്ന സമയത്ത് അവസാനമായി വന്ന ആ ഫോൺ കോളിന്റെ ടവർ ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെൽവിയുടെ വീടിന്റെ പ്രാന്തപ്രദേശത്ത് നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു സൂചന അവർക്ക് ലഭിക്കുകയാണ്. പിന്നീട് ആ നമ്പറിലേക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്കുന്ന സമയത്ത് ആ നമ്പർ ആക്റ്റീവ് ആയിരുന്നു. വീണ്ടും ആ ടവർ ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് സെൽവിയുടെ വീടിന്റെ പരിസര ഭാഗത്ത് തന്നെയാണ് കാണിക്കുന്നത്. ഇത് ഒരു പക്ഷേ ഒരു ക്ലൂ ആയിരിക്കാം എന്ന് പോലീസ് അനുമാനിക്കുന്നു. അങ്ങനെ ആ രണ്ടാമത്തെ നമ്പർ ആരുടേതാണെന്ന് അന്വേഷിച്ചു പോയ പോലീസ് അവസാനം തിരഞ്ഞ് കണ്ടെത്തിയത് ആ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്ന സെൽവിയുടെ ഒരു അടുത്ത ബന്ധുവിലേക്ക് തന്നെയാണ്. ആ ബന്ധുവിനെ നമുക്ക് സുരേഷ് എന്ന് പേരിട്ട് വിളിക്കാം. പിന്നീട് സുരേഷിനെ ചുറ്റിപ്പറ്റിയായി പോലീസിന്റെ അന്വേഷണം. സുരേഷിനെ പറ്റി അന്വേഷിച്ച സമയത്ത് പോലീസിന് ചില ദുരൂഹമായ സംശയങ്ങൾ വരികയാണ്. സുരേഷ് സെൽവിയുടെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. മാത്രമല്ല സെൽവിയും സുരേഷും തമ്മിൽ നല്ല ഒരു ബന്ധമായിരുന്നു. കാരണം സെൽവി എല്ലാവരോടും നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷിന് ആ വീട്ടിൽ വരാനും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള എല്ലാവിധ പെർമിഷൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സുരേഷ് ഇത് യൂട്ടിലൈസ് ചെയ്തതാകാമോ എന്നൊരു സംശയം പോലീസിന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർണ്ണമായും സുരേഷിലേക്ക് ഉറ്റുനോക്കി. അങ്ങനെ സുരേഷിനെ പറ്റി അന്വേഷിച്ച സമയത്ത് പോലീസിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നു. ഈ അടുത്ത കാലത്തായി ഇയാൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇയാളുടെ കടങ്ങളെല്ലാം തീർത്ത് സാമ്പത്തികമായി ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട രീതിയിലാണ് ജീവിക്കുന്നത് എന്ന ഒരു ക്ലൂ പോലീസിന് ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. കൃത്യം കൊല നടക്കുന്ന ദിവസം സുരേഷ് എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ച പോലീസിന് ഒരു കാര്യം കൂടി മനസ്സിലാവുകയാണ്. അന്ന് അയാൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം രാത്രിയാവാറായപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ ഏകദേശം പോലീസ് കാര്യങ്ങൾ ഉറപ്പിക്കുകയും സുരേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഒരു ദിവസം അതിരാവിലെ സുരേഷ് പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത് വന്നുകൊണ്ട് പോലീസ് സുരേഷിനെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ഈ കേസുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്നും സെൽവിയുമായി തനിക്ക് നല്ല ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് അവർ വീട്ടിൽ പോകാറുള്ളതും സംസാരിക്കാറുള്ളതും ഒക്കെ സുരേഷ് പോലീസിനോട് പറയാണ്. പക്ഷേ പോലീസിന് ഉറപ്പായിരുന്നു സുരേഷ് അടുത്ത ഘട്ടത്തിൽ ഉറപ്പായും ഈ കുറ്റം സമ്മതിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നു. അപ്പോൾ പോലീസിനോട് സുരേഷ് സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ചോദ്യം ചെയ്യലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന സമയത്തും സുരേഷ് തന്റെ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. കൃത്യം നടക്കുന്ന സമയത്ത് സുരേഷിന്റെയും സെൽവിയുടെയും ഫോണുകൾ ഒരേ ടവർ ലൊക്കേഷനിലാണെന്ന് പോലീസ് സ്ഥാപിച്ചെടുത്തു. ഈ തെളിവുകൾ നിരത്തി അയാളോട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഗത്യന്തരമില്ലാതെ അയാൾക്ക് അവസാനം കുറ്റം സമ്മതിക്കേണ്ടി വന്നു. താൻ തന്നെയാണ് സെൽവിയെ ഇല്ലായ്മ ചെയ്തതെന്ന സത്യം അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. എന്നാൽ അടുത്ത ഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് ഞെട്ടിത്തരിച്ചു പോവുകയാണ്. സുരേഷ് വളരെയധികം കടബാധ്യതകളിൽപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. അയാൾ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ഗത്യന്തരമില്ലാതെ കടങ്ങൾ വാങ്ങി അവരിപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, തന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ നിൽക്കുന്ന സമയത്താണ് സെൽവിയെ പറ്റി ഇയാൾ ചിന്തിക്കുന്നത്. സെൽവിയുടെ കയ്യിൽ പണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താൻ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ കയ്യിലുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി വിൽക്കാൻ കഴിഞ്ഞാൽ തൻ്റെ ഒരു പറ്റം കടങ്ങൾ ഒരു പക്ഷേ തീർക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ള ചിന്ത രൂപം കൊള്ളുകയാണ്. പക്ഷേ സെൽവിയെ തനിക്ക് അടിയന്തരമായി കാണണമെന്നും നമുക്ക് ഇവിടെ വെച്ച് കാണാമെന്നും എന്നുള്ള കാര്യങ്ങൾ അയാൾ വിളിച്ച് സെൽവിനോട് പറയാണ്. സെൽവിക്ക് യാതൊരുവിധ സംശയം തോന്നിയിരുന്നില്ല. കാരണം ഇയാൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഇയാൾ എപ്പോഴും കുടുംബത്തിൽ വരാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഇയാൾ വിളിക്കുന്നത് എന്നുള്ളത് സെൽവി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെൽവി യാതൊരു മണിയും കൂടാതെ ഇയാളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 5 പവൻ സ്വർണം അവിടെ ഊരി വെക്കാതെയാണ് സെൽവി പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ക്രിമിനലായ സുരേഷ് കണക്കൂട്ടുന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ. സെൽവി ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇവരുടെ കയ്യിലുള്ള സ്വർണം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാം എന്നൊക്കെയാണ് ഇയാൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നത്. എന്നാൽ തൻ്റെ സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ച് ഇത്തരം കാര്യങ്ങൾ അവരുമായി ഡീൽ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വരുന്ന സമയത്ത് തൻ്റെ ID പരിശോധിച്ചുകൊണ്ട് പോലീസ് തൻ്റെ ഒറിജിനൽ അഡ്രസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫേക്ക് ID ഉപയോഗിച്ചാണ് അയാൾ ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ സുരേഷ് തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരം സുരേഷ് സെൽവിയെ ഉച്ചയ്ക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു,
ഞാൻ വളരെ അപകടത്തിലാണ്, എന്നെ നിങ്ങളൊന്ന് രക്ഷിക്കണം, ഞാൻ ഈ സ്ഥലത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്കൊന്ന് വരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് സുരേഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇവർ ശരിക്കും ഭയപ്പെട്ടു പോയി. സെൽവി ഇത് കേട്ട സമയത്ത് ഇവരൊരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. ഇവർക്ക് വളരെ ക്രൂക്കഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ അപകടത്തിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് സെൽവി അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ സുരേഷിനെ കാണാൻ വേണ്ടി സെൽവി അവിടെ എത്തുന്ന സമയത്ത് സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സെൽവി അവിടെ കാത്തിരുന്നത് വലിയൊരു അപകടമായിരുന്നു. സെൽവി അവിടെ എത്തി സുരേഷിനെ കണ്ട സമയത്ത് സുരേഷ് അവരെ മുഖത്തേക്ക് നോക്കി ക്രൂക്കഡായിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സ്വർണം എനിക്ക് ഊരി നൽകണം. ഇത് കേട്ട ഉടനെ തന്നെ സെൽവി പേടിച്ചു പോയി. സെൽവി അയാളോട് പറഞ്ഞു, ഇതെന്റെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ള സ്വർണ്ണമാണ്, ഇതെനിക്ക് അങ്ങനെ ഊരിത്തരാൻ കഴിയില്ല. തുടർന്ന് ഇരുവരും തമ്മിൽ ആ കാട്ടിനുള്ളിൽ വെച്ചിട്ട് വലിയ വഴക്കുണ്ടാവുകയാണ്. ആ പ്രാന്തപ്രദേശങ്ങളിലോ പരിസര പ്രദേശങ്ങളിലോ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഉടനെ തന്നെ ആ സ്വർണത്തിന് വേണ്ടിയുള്ള പിടിവലി ആരംഭിച്ചു. അങ്ങനെ യാതൊരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കില്ല എന്ന് സെൽവി തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ സുരേഷിനെ ഇത് എങ്ങനെയെങ്കിലും കൈക്കലാക്കിയേ പറ്റുകയുള്ളൂ. സുരേഷ് സെൽവിയെ കയറി പിടിച്ചു. അവരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ഒരു തരത്തിലും പിന്തിരിഞ്ഞോടാൻ കഴിയാത്ത രീതിയിൽ അയാൾ അവളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവസാനം ആ പ്രാണവായു വെടിയുന്നത് വരെ അവൾ അതിനോട് പൊരുതി നിന്നു. പക്ഷേ അവൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഇവൾ കൊലപ്പെടുത്തി എന്ന് മനസ്സിലാക്കിയ പ്രതി ഇവരെ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്വർണ്ണമെല്ലാം എടുത്ത് നാട്ടിലേക്ക് പോയി. ആ സ്വർണം വിറ്റ് തന്റെ കടങ്ങളെല്ലാം തീർത്തു. ഒന്നും അറിയാത്ത മട്ടിൽ, ഒന്നും അറിയാത്ത ഭാവത്തിൽ ജീവിക്കുകയായിരുന്നു. താനെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് ചെയ്തതെന്നും തന്നെ ഒരിക്കലും ആർക്കും പിടിക്കാൻ കഴിയില്ല എന്നുള്ള അയാളെ തെറ്റിദ്ധാരണ പോലീസിന്റെ കൂർമ്മ ബുദ്ധിക്ക് മുമ്പിൽ അടിയറ വെക്കേണ്ടി വന്നു. പോലീസ് അന്വേഷിച്ച് ഇയാൾ തന്നെയാണ് പ്രതി എന്ന് ഉറപ്പുവരുത്തി. കൃത്യം സാക്ഷ്യപത്രമടക്കം തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് ആ വിറ്റ സ്വർണം തേടിപ്പിടിച്ച് കണ്ടെത്തി. ആ സ്വർണ്ണക്കട കണ്ടെത്തി, അത് റിക്കവർ ചെയ്തു. ഈ പ്രതിയെ അടക്കം കോടതിയിൽ തെളിവുകളോടെ സബ്മിറ്റ് ചെയ്യാണ്. പിന്നീട് ആ പ്രതിക്ക് അർഹിച്ച കറക്റ്റായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തൻ്റെ കുടുംബത്തിൽ താൻ ഏറ്റവും വിശ്വസിച്ച, തനിക്ക് തൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്ന, തൻ്റെ ചുരുക്കത്തിൽ തൻ്റെ സഹോദരനെ പോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഒരല്പം സ്വർണത്തിന് വേണ്ടി, ഒരല്പം പണത്തിന് വേണ്ടി തന്നെ ഇല്ലാതാക്കിയത് എന്നുള്ള ചിന്ത എല്ലാവരെയും ഒരേപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്കും ഇതേപോലെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളോട് അവരും ഇതുപോലെ പെരുമാറിയാൽ നാളെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളും ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. നമ്മളുടേതല്ലാത്ത കാരണത്താൽ മരണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരും. കണ്ണടച്ച് ഒരു മനുഷ്യനെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. സെൽവി എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് ഈ ഭൂമിയിലില്ല. നഷ്ടപ്പെട്ടത് ആ ഭർത്താവിനും ആ മക്കൾക്കുമാണ്. നല്ല ഒരു കുടുംബിനിയെ നഷ്ടപ്പെട്ടു. ആ സമൂഹത്തിന് നല്ല ഒരു സ്ത്രീയെ നഷ്ടപ്പെട്ടു. നല്ലൊരു സന്തത സഹചാരിയെ നഷ്ടപ്പെട്ടു. നഷ്ടങ്ങൾ ആ കുടുംബത്തിനും ആ സമൂഹത്തിനും മാത്രം. കൊലയാളി ഇന്ന് ജയിലിലാണ്. അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു. പക്ഷേ ആ ജീവൻ ഇന്ന് ഭൂമിയിലില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മറ്റൊരു സെൽവി നമ്മുടെ ഭൂമിയിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.